ഹേ ഗേസ്, അപ്പോൾ നമ്മൾ പിന്നെയും വന്നിട്ട് നമ്മുടെ എക്സ്പ്രസിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഫാം ഉണ്ടാക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഗേസ് കുറച്ച് ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടി പോകണം. ഗേസൊക്കെ ഡയമണ്ട് കിട്ടുമെങ്കിൽ അറിയില്ല, നമുക്ക് എന്തെങ്കിലും മൈൻ ചെയ്യാൻ പോകണം, ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ സ്പീഡോട്ട് പോകണേക്കാളും തന്നെ ഇപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തേക്കുക. നമ്മളെന്തായാലും ഗേസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫാം പോലെ ഇവിടെ വീറ്റൊക്കെ വെച്ചത്, പിന്നെ ഇവിടെ കുറച്ച് ക്യാരറ്റും വെച്ചിട്ടുണ്ട് ഗേസ്. അവിടെ ഉണ്ടാവും ആട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വില്ലേജ് അവിടെ തന്നെ ഉണ്ട്. മൊത്തം സെറ്റാക്കി നമ്മൾ ഇന്നലെ ഇതേപോലെ ഇവിടെ ക്ലീൻ ആക്കി ഇവിടെ വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പേരുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. ഞാനൊന്ന് നോക്കിയപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. എൻ്റെ മനസ്സിൽ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നോക്കാം കേസ്. നമുക്ക് പിന്നെ ഒരു സാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ സ്കൈ ബ്ലോക്കിൻ്റെ വേൾഡ് അടിച്ചു പോയല്ല, ഡിലീറ്റായി പോയി. ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് കുറച്ച് വേൾഡൊക്കെ അതിനകത്ത് കിടക്കണമായിരുന്നു. അതൊക്കെ ഡിലീറ്റ് ആക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ സ്കൈ ബ്ലോക്കിൻ്റെ വേൾഡും അടിച്ചു പോയി. കുഴപ്പമില്ല കേസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആദ്യം തന്നെ ഈ ലെസ് സീരീസിൻ്റെ ബാക്കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും പോയി കഴിഞ്ഞാൽ മൊത്തം മണി കിട്ടും എനിക്ക്. അത് കാരണം ഞാൻ എൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ എപ്പിസോഡിൽ നമുക്ക് ഒരു മോഫാം ഉണ്ടാക്കണം കേസ്. അതിൻ്റെ ഡയമണ്ട് മൈനിങ്ങിനും പോകണം കേസ്. ഓക്കെ, ഇത് രണ്ടാണ് നമ്മുടെ ഗോള്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ വുഡില്ലേ, വുഡുണ്ട് കുറച്ച് ഫെൻസ് വയ്ക്കണം കേസ്. ഫെൻസ് ഞാൻ കാണിച്ചു തരാം. ഈ ഫെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനമില്ലേ, മറ്റേ നമ്മുടെ ഉണ്ടാക്കിയ ഒരു ഫാം പോലെ വീറ്റൊക്കെ വെച്ച് സെറ്റാക്കി അവിടെ ഫുള്ള് പണി കഴിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇതുവഴി കൂടെ വന്നിട്ട് ചാടും കേസ്. ഞാൻ എപ്പോഴും ഇതുവഴി വന്നാലും നേരെ ഇതിനകത്തൊന്ന് ചാടും, എന്നിട്ട് ഇതെല്ലാം അങ്ങ് പോകും. അത് കാരണം ഈ ഫെൻസ് വയ്ക്കണം ഇത്തിരി കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കഴിഞ്ഞ എപ്പിസോഡ് അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ അടിച്ചു പിടിച്ച് വിട്. ഇനിയിപ്പോൾ അങ്ങനെ പോകില്ല. ഓക്കെ, സെറ്റ് ഇതെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം ഇങ്ങോട്ട്. ഈ ചെസ്റ്റ് ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ മുകളിലോട്ട് ബാക്കി അങ്ങ് വെച്ച് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ മുകളിൽ പിന്നെ നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ. ഉണ്ട് ഇവിടെ കുറേ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. നമുക്കിനി ബാക്കി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തൊക്കെയാണ്. ഫില്ലല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി നല്ല വിഷമമായിട്ട് കേസ്. നമുക്കൊരു പുതിയ സീരീസ് തുടങ്ങാം, പുതിയ സ്കൈ ബ്ലോക്ക് തുടങ്ങാം നമുക്ക്. എനിക്കറിയില്ല, നല്ല സ്കൈ ബ്ലോക്കിൻ്റെ ഒന്നും കിട്ടണില്ല എനിക്ക്. ആകപ്പാടെ ഉണ്ടായിരുന്ന സ്കൈ ബ്ലോക്ക് നല്ലത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ വെച്ചാൽ അണ്ടർഗ്രൗണ്ട് പോലെ എന്തെങ്കിലും വെച്ചാന്നൊക്കെ ഉണ്ട് കേസ്. നിങ്ങളെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക കേസ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കമൻറ്റ് ചെയ്യുക. എന്ത് വല്ല ഹേട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കേസ്. നിങ്ങൾ കാണുന്ന ആരെങ്കിലും എനിക്കൊരു സന്തോഷമായിരിക്കും, നിങ്ങൾക്കൊരു സന്തോഷം. അതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി നമുക്ക് നമ്മുടെ കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം കേസ്. നമുക്ക് കുറേ സ്റ്റാക്ക് ആണെങ്കിൽ കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട് കേസ്. എന്നാലാണ് നമുക്ക് നമ്മുടെ മറ്റേ ഇതുണ്ടാക്കാം. പക്ഷേ നമ്മുടെ മോഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മീൻസ് ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്. നമുക്കിത് ഫുള്ളങ്ങ് പൊളിച്ച് നമുക്കൊരു എത്ര സ്റ്റാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം എത്ര ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ സെറ്റായില്ലേ. അയ്യോ ഗീസ്, കറക്റ്റ് കിട്ടിയിട്ടോ ഗീസ്. നമുക്ക് കറക്റ്റ് മറ്റേ ഇതായി, 3 സ്റ്റാക്ക് കിട്ടി. ഓക്കെ ഗീസ്, നമുക്ക് മൈനിങ്ങിന് പോകാം. ഫസ്റ്റ് മൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് എടുക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറേ കോബിൾ സ്റ്റോൺ അവിടെ തന്നെ കേവിൽ തന്നെ എടുക്കാൻ പറ്റും കേസ്. അതാണെങ്കിൽ നമുക്ക് നേരെ വന്നിട്ട് ബിൽഡ് ചെയ്യണ വലിയ കുഴപ്പമൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. ഇതങ്ങ് എടുത്തിരിക്കട്ടെ, ഒരു ക്രാഫ്റ്റിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. നമുക്ക് ഇത് നമ്മുടെ കേവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ മൈൻ ചെയ്ത് അതേ കേവ് തന്നെയാണ് കേസ് നമ്മൾ മൈൻ ചെയ്യാൻ പോകണം. ആ മൈൻ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മൾ കുറേ ഒരു റിവേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേസ്. റിവേ നമ്മളവിടെ വെച്ച് കണ്ടു. അവിടെ ചിലപ്പോൾ ഡയമണ്ട് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കേസ്. നമ്മളവിടെ വെച്ച് ഒരു ഡയമണ്ട് കണ്ടതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, കഴിഞ്ഞ എപ്പിസോഡ്, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മൈൻ വരാൻ നേരത്ത് ആർമറിന് വേണ്ടി മൈൻ വരാൻ നേരത്ത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഇതാണ് കേസാണ് റിവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ്. വെയിറ്റ്, ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. അല്ല, ഇവിടെ ഒന്നും ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുവഴി ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ വെള്ളം ഒഴിക്കാൻ കേസ് ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് കുറയ്ക്കാൻ താല്പര്യമില്ല. അയ്യാ, ഓക്കെ നമുക്ക് താഴത്തോട്ട് പോവാം. ഓക്കെ, നമ്മളതിന് താഴത്തെത്തി. ആ വെള്ളം അടിച്ചു വത്തിപ്പോയി കാണണം. ഓക്കെ നമുക്കിവിടെ അയ്യോ എടേ യെസ്
ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഷീൽഡ് വേണം. ഓനോ ഓക്കെ, ഇവിടെ വയ്ക്കുക. ഓക്കെ, ഒരു 6 സ്ലാബ് ഉണ്ടാക്കി ഇതങ്ങ് വയ്ക്കുക. ഒരു ഇതും കൊണ്ട് നമുക്കൊരു ഷീൽഡ്. ഓക്കെ, സെറ്റ്. ഇനി പേടിക്കണ്ട. ഇനി നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇവിടെ ആയുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ. എവിടാ ഡയമണ്ട് കിട്ടി അവിടെ. ഇപ്പോൾ നമ്മൾ 3 ഡയമണ്ട് പിടിച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ ഉണ്ട്, ഇതുകൊണ്ട് ആ സ്ഥലത്തായിട്ടുണ്ട്. പിന്നെ പിന്നെ വേറെ ഇല്ല. അല്ല, ഡയമണ്ട് അല്ല അല്ലേ? എനിക്കറിയില്ല. ഡയമണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് എടുക്കാം. സെറ്റാക്കാം. ഓക്കെ, ഇനി ഒന്നും പേടിക്കണ്ട. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ഉള്ള ഡയമണ്ട് ഫുള്ള് അങ്ങ് പൊട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ ഈ ഡയമണ്ട് നിങ്ങൾ പൊട്ടിച്ചെങ്കിൽ ഇത് നിങ്ങൾ പൊട്ടിക്കട്ടെ. ഒരെണ്ണമുള്ള അത് ഒരെണ്ണമുള്ളൂ. സ്പീഡ് റിച്ചൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഓക്കെ, ചടിയോ അത്രേ ഉള്ളൂ. ഇപ്പോൾ എവിടെയായിരുന്നു ഡയമണ്ട് ഉണ്ടേ? ഇവിടെ കേറിക്കോ. അടുത്ത ഡയമണ്ട്. അടുത്തത് എവിടാ? ലെറ്റ്സ് ഗോ ഗീസ്. ഇത്രയും തേടെ 4 കിട്ടി. ടോർച്ച് വെക്കണം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇതായി പോകും ഗീസ്. വല്ല സോംബീസ്. അവിടെ അടുത്ത ഡയമണ്ട് കിട്ടി. ലെറ്റ്സ് ഗോ ഗീസ്. അടുത്ത ഡയമണ്ട്. വെള്ളച്ചാടി സാധനല്ലേ. നമ്മൾ 22 ഡയമണ്ട് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് അയൺ ഇരിക്കുന്നുണ്ട്. ഞാൻ അയണൊന്നും എടുത്തില്ല. അതാണ് ഏറ്റവും പ്രശ്നമായത് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ആർമർ കാണിച്ചു തരാം. ഇതാണിപ്പോൾ എൻ്റെ ആർമറിൻ്റെ അവസ്ഥ. പിന്നെ ഒരു ഷീൽഡ് ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കി. പക്ഷേ ഞാൻ അടുത്തവന്മാർ ഇത് എത്ര സോംബീസ് സ്കെൽട്ടസാണെന്നറിയുമോ? എൻ്റെ പൊന്ന്, ഞാൻ കുറേ അടിച്ചു വന്നു. ഞാൻ അവസാനം ഒരു വർഷം ചത്തായിരുന്നു കേസ്. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ലാവായി പോയി. ലാലിനാണ്ട് കിട്ടുകയൊക്കെ ചെയ്തു. പിന്നെ എൻഡർമാൻ നമ്മൾ ആർമർ പൊട്ടാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഷീൽഡ് ഒന്നുകൂടി ഉണ്ടാക്കി. പിന്നെ 23 ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകാം? ഞാൻ അടുത്ത ഡയമണ്ട് കിട്ടി എനിക്ക്. ഇവിടെ ഡയമണ്ട്. ഓക്കെ 24. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം കേസ്? നമ്മൾ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞാണ് ഇപ്പോൾ വന്നേക്കണേ. വലിയൊരു യുദ്ധം ഇവിടെ വെച്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതേപോലെയൊക്കെ ഭാഗ്യത്തിനാണ് നമ്മളിപ്പോൾ രക്ഷപ്പെടുന്നത്. നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാം. ഇവിടെ നിന്ന് ഏത് വഴിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചാവാണ്ട് വീട്ടിലെത്തിയാൽ കഴിഞ്ഞതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്നുകൂടി ഇതല്ലേ വഴിയെത്തി. നമുക്ക് നമ്മൾ താഴ്ത്തുനിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് ഇട്ട് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഇവിടെ ഇത് തന്നെ. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ കുറേ എണ്ണത്തിന് ഇപ്പോൾ കൊന്നിട്ട് വന്നോളൂ. അപ്പോഴത്തേക്കും ഇവന്മാർ ഓക്കെ. നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എത്താറായി. ലെറ്റ്സ് ഗോ. നമ്മൾ വീട്ടിലെത്തി. അതായത് നമുക്ക് എന്തായാലും ഒരു മോഫാം കൂടി ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഏറ്റവും പൊന്നെ. അതും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നു കേസ്. എൻ്റെ പൊന്നെ കേസ്. ഫസ്റ്റ് തന്നെ നമുക്ക് മോഫാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡയമണ്ട് മൈനിന് പോയാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതൊക്കെ റോട്ടം ബ്ലഷൊക്കെ എന്തിരിക്കണം. നമുക്ക് ഇതുണ്ടാക്കാട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആർമർ ഉണ്ടാക്കാം. ആദ്യം ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു ഇതും, പിന്നെ ഒരു ഇതുണ്ടാക്കാം. ഇതും കൂടി സെറ്റ്. ഫുൾ ഡയമണ്ട് ആർമർ നമ്മുടെ ഉണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് പ്ലേറ്റ് നമുക്ക് ഇതിവിടെ വെച്ചിട്ടെ നമ്മുടെ നേരത്തെ ആർമർ ഇങ്ങോട്ട് വയ്ക്കാം. നമുക്ക് നേരത്തെ ആർമർ ഓടിയെടുത്തില്ലല്ലോ. ഓക്കെ എൻ്റെ സ്കിന്ന് പോയാ?
അയ്യോ ഗേസ് എൻ്റെ സ്കിന്ന് നമുക്ക് എടുത്തിരിച്ചിടാം. വെയിറ്റ് ഗേസ്, ഈ ഒരു ഡയമണ്ട് ആർമർ ഇങ്ങോട്ട് എടുത്തിരിച്ചിട്ടെ. ഓക്കെ ഗേസ്, ഇത് പൊട്ടാറ് എൻ്റെ പൊന്നോ. മൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ പ്രശ്നം. ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതേപോലെ പൊട്ടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ലക്കിന് വേണ്ടി അവിടെ പിടിച്ച് തരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ഡയമണ്ട് ആർമർ എടുത്തിടാം. വെയിറ്റ് ഗേസ്, നമുക്ക് താഴത്തോട്ടിറങ്ങിയിട്ട് നമുക്ക് എടുത്തിടാം. ലെറ്റ്സ് ഗോ. വെയിറ്റ് ഓക്കെ, ഇതിടുക. ചെസ്റ്റ് പ്ലേറ്റ്. ഇത് 3-ാമത്തെ എപ്പിസോഡിൽ ഡയമണ്ട് ആർമർ. ഓ മാൻ, ഈ കുഴപ്പമില്ല കേട്ടോ, സെറ്റ്. നമ്മളിനിയിപ്പോൾ ഈ ഡയമണ്ട് ആർമർ സൂക്ഷിക്കണം. നമ്മൾ അയൺ ആർമർ പോലെ കളയാൻ പാടില്ല. അയൺ ആർമർ പിന്നെ നമ്മൾ ചുമ്മാ പിന്നെ ആ ഡയമണ്ടിന് വേണ്ടി നമ്മൾ അയൺ ആർമർ പോയി. അത് കുഴപ്പമില്ല. ഈ നമുക്ക് ഡയമണ്ട് ആർമർ സെറ്റായല്ലോ. ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇല്ലായിരുന്നു. ഈ നമുക്ക് ഇനി എന്തായാലും അതിന് വേണ്ടിയും കൂടി നോക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ ഒന്ന് പോകണം. എവിടെ, നമ്മുടെ വില്ലേജിൻ്റെ ആ സൈഡിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ ആ കേവിൻ്റെ അടിയോട്ട് പോയി കഴിഞ്ഞാൽ കേവിൻ്റെ സൈഡിലോട്ട് നമുക്ക് കുറച്ച് കേവിൻ്റെ അവിടെ ആയിട്ട് കുറേ സ്റ്റോൺ ഉണ്ടല്ലോ അവിടെ ആയിട്ട് നമുക്ക് കുഴിക്കാം. ആ വില്ലേജിൻ്റെ അവിടെ കുഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എല്ലാം സ്പോണായോ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് തന്നെ കൊല്ലും. ഓ ഇത്ര ഉണ്ടാക്കിയോ? ഓക്കെ, നാളെ ഉണ്ടാക്കി നമുക്ക് നേരെ അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു കേവിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടേ, അവിടെ കേവിൻ്റെ നേരെ താഴോട്ടല്ല, നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് ഇതാക്കാം. മറ്റേ കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് മോപ്പ് ഫാം ഉണ്ടാക്കണം കേസ്. നമുക്ക് മോപ്പ് ഫാം ഉണ്ടാക്കിയാണ് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കുറച്ച് ഇതെടുക്കാം കേസ്, അയറെടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ ഇതാക്കാം, ഏത് നമ്മുടെ മൈൻ ഫാം ഉണ്ടാക്കാം കേസ് നമുക്ക്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് മൈൻ ചെയ്ത് സെറ്റാക്കട്ടെ. നമുക്ക് ചുമ്മാ മൈൻ ചെയ്തിട്ട് നമുക്ക് കുറേ കൂടെ എടുക്കാം. നമ്മളിത് ഇപ്പോൾ കാണിച്ചു കേസ്, വീഡിയോ കേസ്. ഇത്രയും സ്റ്റാക്ക് നമ്മൾ കോൾസ് ഉണ്ടാക്കിയിട്ട് 7 സ്റ്റാക്കും പിന്നെ 22 കേസ്. ഓക്കെ, അത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ ബാക്കിയും കൂടി കുറച്ചുകൂടി മൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു കേസ്. ഒരു പിക്കാസും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൈൻ ചെയ്യാമായിരുന്നു. എൻ്റെ കുറച്ച് പിക്കാസ് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിപ്പോവുകയും ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ ചെസ്റ്റിലോട്ട് കേസ് ഇതൊക്കെ ഒരു ഇത്ര ആയോ നമ്മുടെ കയ്യിൽ? എത്ര മണിക്കൂറായി നമ്മൾ കേസ്. പിന്നെ നമ്മുടെ ലിമിറ്റ് കയറായി കേസ്. നമ്മളിപ്പോൾ അടുത്ത വീഡിയോ എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ടാവും? നമുക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റെപ്പ് പോയി പറഞ്ഞോടാം. വെയിറ്റ് ഇവിടെ നിന്ന് നമുക്കൊരു ഇത് തരണം. ഇവിടെ മറ്റേ ഇതാണല്ലോ. അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എനിക്ക് കയറ്റി പണിയാം. ലൈക്ക് ഇവിടെ നമുക്ക് മൂടിയിട്ട് ഈ ഒരു ഇതിപ്പോൾ ഇവിടെ ഒരു സ്പേസ് ആയില്ലേ, അപ്പോൾ നമുക്ക് അതേപോലെ നമുക്ക് സെറ്റാക്കാം. നല്ലത് കിട്ടിയിട്ടില്ല ഐസ് ബെഡ് റോക്കിന്. ഈ 1.20 വേണ്ടി നല്ലത് ഞാൻ കണ്ടില്ല ഐസ്. ഓക്കെ, പിന്നെ സ്കൈ ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മറ്റേ ഇത് നമുക്ക് വേറെ സീരീസ് തുടങ്ങാം ഐസ്. വേറെ എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലത്തെ സീരീസ് എല്ലാം തുടങ്ങാം. എന്താ കേസ്, നമുക്കൊരു കാര്യം ചെയ്യട്ടെ, ഒരു ഭംഗി കുറവ്. ഇത് ശരിയാവില്ല. കുറച്ച് സ്റ്റേഴ്സ് ഉണ്ടാകും കോബിൾ സ്റ്റോണിൻ്റെ, അതിട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഭംഗി വരുമെന്നാണ്. എന്നിട്ട് ഇവിടെ എന്താ ഇവിടെ സെറ്റായില്ലേ? എനിക്ക് തോന്നുന്നു ഈ സെറ്റ്. നമുക്ക് ഇതുവഴി ഇങ്ങനെ കയറി വന്നിട്ട് മോപ്പ് ഫാമിലോട്ട് ലെറ്റ്സ് ഗോ. അത് ഇത്തിരി നല്ലതായിരിക്കും ഈ നമുക്ക് മോപ്പ് ഫാമിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് രീതിയിൽ ക്ലിയർ ആക്കി വയ്ക്കാം. അതാണ് നമുക്ക് മാറും കുതിരയൊക്കെ വഴി കയറുന്ന കളി എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഗീസ്. ഇവിടെ ഒരു 2-4 ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ലെയർ മാത്രം അങ്ങോട്ട് കളയുക. നിങ്ങൾക്കറിയാലോ കേസ്, നമ്മൾ മോപ്പ് ഫാം ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാലോ. നമ്മൾ മറ്റേ സ്കൈ ബ്ലോക്കിൻ്റെ സ്കൈ ബ്ലോക്കിൻ്റെ വേൾഡിനകത്ത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ മറ്റേ ഇതുണ്ടാക്കിയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഇതാക്കിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ മുകളിലോട്ട് നിങ്ങൾക്കറിയാലോ കേസ് 20 ലെയർ ഇവിടെ കൂടെ പൊട്ടിക്കട്ടെ. 20 ലെയർ പണിത് സെറ്റാക്കണം. നമുക്ക് എന്തായാലും കേസ് മുകളിലൊന്ന് 20 ലെയർ പണിതിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേസ്. കാരണം വെച്ചാൽ എൻ്റെ 1 മണിക്കൂറുള്ളൂ. നിങ്ങൾക്കറിയാലോ കേസ്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മൈനിങ്ങിന് പോയതിനേക്കാളും മുന്നേ നമ്മൾ 1 മണിക്കൂർ റെക്കോർഡ് ചെയ്തു. ആ മണിക്കൂർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ലിമിറ്റഡാണ് കേസ്. കാരണം വെച്ചാൽ 1 മണിക്കൂർ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കേസ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ 2ാമത്തെ മണിക്കൂർ കഴിയാറായെന്ന് എനിക്ക് തോന്നണം. അതെ, 2ാമത്തെ മണിക്കൂർ കൂടി കഴിയാറായി. 20ാമത്തെ ഇതും
ഓക്കെ നമ്മൾ 20 വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് യൂസ് ചെയ്തൊക്കെയാണ് ഗൈസ്. 1 2 3 4 5 6 7 അല്ല 7 ആയില്ലേ. ബാക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് മുകളിലോട്ടൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കാണിക്കാം. കാരണം വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഇവിടെയും കൂടി ഇങ്ങനെ കവർ ചെയ്തൊന്ന് ഇടട്ടെ. അത് കഴിഞ്ഞിട്ട് കേസ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം വെച്ചാൽ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് പിന്നെയും തീരും. പിന്നെ നമ്മൾ 2 മണിക്കൂർ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്താ ഓൾറെഡി 2 മണിക്കൂർ ആവാറായി എന്തായാലും. അത് കാരണം ഞാൻ പിന്നെ ലിമിറ്റ് തീരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം. കേസ് ഓക്കെ, നമുക്ക് സെറ്റാക്കാം. നമ്മളങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ നമ്മൾ പൊട്ടിച്ചില്ലായോ അല്ലേ. അവിടെ നമ്മളവിടെ നിന്ന് ചാട് ചെയ്ത് കേസ്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞാൻ മറ്റേ വാട്ടർ ബക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ വാട്ടർ ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ, ബക്കറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇതാക്കിയില്ല. പിന്നെ ഇവിടെ ടോർച്ചും കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മുകളിലും വെച്ചിട്ടുണ്ട് അതിൻ്റെ റൂഫിൻ്റെ കൊണ്ടൊക്കെ. അതാണെങ്കിൽ മറ്റേ മുകളിൽ സ്പോണാവില്ലല്ലോ, ആ ഉള്ളിൽ നിന്ന് സ്പോണായി ഇത് വർക്കിംഗ് ആണ് കേസ്, കുഴപ്പമൊന്നുമില്ല. സെറ്റ് സാധനം. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കട്ടെ കേസ്. നമുക്ക് എന്തായാലും കുറച്ച് അയണം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോപ്പറൊക്കെ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു ചെസ്റ്റ് വയ്ക്കുക. അതാണ് നമുക്ക് കറക്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് എക്സ്പിയും കിട്ടും. അതേപോലെ തന്നെ ആ ചെസ്റ്റിലോട്ട് സാധനങ്ങളൊക്കെ കയറി പോകുന്നു കേസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വിധത്തുള്ള കേസ് നമ്മളെന്തായാലും കയ്യിൽ എപ്പിസോഡിൽ നമ്മൾ മോപ്പ് ഫാം ഉണ്ടാക്കി. പിന്നെ ഈ മെയിൻ ഐറ്റം നമ്മുടെ ഡയമണ്ട് ആർമർ നമ്മൾ സെറ്റാക്കി. ഓക്കെ, ഈ ഇഷ്ടം നമ്മൾ ഡയമണ്ട് ടൂൾസ് ആയിട്ടുള്ള ഡയമണ്ട് ടൂൾസ് ആക്കണം, നമുക്ക് സെറ്റാക്കണം. അത് ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് ഗ്രൈൻഡിങ് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും നോക്കട്ടെ. പറ്റുമോ എനിക്കറിയാൻ പാടില്ല. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റും നോക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേസ്, നമുക്ക് സെറ്റാക്കാൻ പറ്റും നോക്കാം. ഈ സൗണ്ട് ഇന്നത്തെ വീട്ടിലുള്ള സ്ഥലത്തോട്ട് പോയിട്ട് എല്ലാവർക്കും ബൈ.